ജയ് ഹിന്ദ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സിനിമാ ഡയലോഗ് പോലെ തോന്നാം. അരുതെന്ന് മോദി പറഞ്ഞു, പുടിൻ അത് കേട്ടു. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് എന്താണ്? ഇന്ത്യയിലെ നേതാക്കന്മാരോ ഭരണപക്ഷത്തെ ആളുകളോ ഒക്കെ മോദിജിയെ പുകഴ്ത്തി സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ വാചകം പറഞ്ഞത് ഒരു ഇന്ത്യക്കാരനല്ല, റഷ്യയുടെ ഏതെങ്കിലും അടുത്ത സുഹൃത്ത് രാജ്യമോ സഖ്യകക്ഷിയോ പോലുമല്ല. ഇത് പറഞ്ഞത് പിന്നെ ആരാണ്? ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് പോളണ്ടിൽ നിന്നാണ്. റഷ്യയെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണത്. നാറ്റോയുടെ കിഴക്കൻ മുന്നണിയിലെ വളരെ നിർണായകമായ രാജ്യം. പോളണ്ടിൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ വ്ളാഡിസ്ലാവ് തിയോഫിൽ ബാർട്ടോസെവ്സ്കി തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ്: 2022 അവസാന ഘട്ടത്തിൽ യുക്രൈനിൽ തന്ത്രപരമായ ആണവായുധം ഉപയോഗിക്കാൻ റഷ്യ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇതിൽ അദ്ദേഹം വളരെ നിർണായകമായ പങ്ക് വഹിച്ചു എന്നാണ്. അദ്ദേഹം മറ്റൊരു പ്രധാന കാര്യം കൂടി എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രി മോദി പറയുന്ന കാര്യങ്ങൾ പ്രസിഡന്റ് പുടിൻ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. റഷ്യയുടെ ഒരു അടുത്ത സഖ്യകക്ഷിയാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നമുക്കിത് തള്ളിക്കളയാമായിരുന്നു, വെറും ഒരു സൗഹൃദ പ്രശംസയായിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇത് പറയുന്നത് പോളണ്ടാണ്. യുക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ റഷ്യക്കെതിരെ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ച രാജ്യം, റഷ്യയെ സ്വന്തം ദേശീയ സുരക്ഷയ്ക്കുള്ള ഭീഷണിയായിട്ട് കാണുന്ന രാജ്യം, യുക്രൈന് വലിയ രീതിയിൽ ആയുധങ്ങൾ നൽകിയ രാജ്യം, അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഈ അംഗീകാരം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു രാഷ്ട്രീയ പുകഴ്ത്തലല്ല, ഇത് ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനത്തിനുള്ള ശക്തമായ തെളിവാണ്. യഥാർത്ഥത്തിൽ 2022 അവസാനം എന്താണ് സംഭവിച്ചത്? 2022 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ യുക്രൈൻ സൈന്യത്തിൻ്റെ ശക്തമായ തിരിച്ചടിയിൽ റഷ്യൻ സേനയ്ക്ക് പലയിടത്തും വലിയ സമ്മർദ്ദം നേരിടേണ്ടതായിട്ട് വന്നു. ഈ ഘട്ടത്തിൽ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്ന് അമേരിക്കയ്ക്ക് ശക്തമായ ആശങ്കയുണ്ടായി. അമേരിക്കൻ ഭരണകൂടം ഇതിനെ അതീവ ഗൗരവത്തോടെയാണ് കണ്ടത്. ഇതിനെ നേരിടാനുള്ള അടിയന്തര തയ്യാറെടുപ്പുകളും വാഷിംഗ്ടൺ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് റഷ്യയുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിന് പുറമെ മോസ്കോയിൽ സ്വാധീനമുള്ള രാജ്യങ്ങളുടെ സഹായവും അമേരിക്ക തേടിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്ത്യയും ചൈനയും നിർണായകമായത്. പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട്. അതായത് ഇപ്പോഴത്തെ പോളിഷ് ഉദ്യോഗസ്ഥൻ്റെ പ്രസ്താവന ഒറ്റപ്പെട്ട ഒരു അവകാശവാദമല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, 2022 സെപ്റ്റംബറിൽ സമർഖണ്ഡിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടം യുദ്ധത്തിൻ്റെതല്ല. ഇത് അടച്ചിട്ട മുറിയിൽ പറഞ്ഞ രഹസ്യ സന്ദേശമായിരുന്നില്ലല്ലോ. ലോക ക്യാമറകൾക്ക് മുന്നിൽ റഷ്യൻ പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ ധീരമായിട്ട് പറഞ്ഞ വാക്കുകളായിരുന്നു. ആണവായുധമോ നിയന്ത്രണമില്ലാത്ത യുദ്ധമോ ഒന്നിനും പരിഹാരമല്ലെന്ന് ഇന്ത്യ ഒരേ സമയം ലോകത്തിനും റഷ്യയ്ക്കും വ്യക്തമായ സന്ദേശം നൽകി. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാധിക്കാത്തത് ഇന്ത്യക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഇവിടെയാണ് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിൻ്റെ ശക്തി നമ്മൾ കാണേണ്ടത്. ഇന്ത്യ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണച്ചില്ല. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് കരുതി റഷ്യയുമായിട്ടുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധം ഉപേക്ഷിക്കാനും ഇന്ത്യ തയ്യാറായില്ല. നമ്മൾ റഷ്യയുമായിട്ട് സംസാരിക്കുമ്പോഴും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ടുള്ള ആശയവിനിമയവും തുടർന്നു. യുക്രൈനിലേക്ക് മാനുഷിക സഹായങ്ങളും എത്തിച്ചു നൽകി. നമ്മുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. റഷ്യയുടെ സഖ്യകക്ഷിയായിട്ട് യുദ്ധത്തിൽ ഇറങ്ങില്ല. അതേസമയം അമേരിക്കയുടെ അനുയായിയായിട്ട് റഷ്യയെ ഒറ്റപ്പെടുത്തുകയുമില്ല. ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ സമാധാനത്തിനായിട്ട് ഇരുവിഭാഗങ്ങളോടും സംസാരിക്കും. ഈ നയമാണ് പുടിനുമായിട്ട് സംസാരിക്കാനുള്ള വാതിൽ ഇന്ത്യക്ക് മുന്നിൽ തുറന്നിട്ടത്. ഭീഷണിപ്പെടുത്തുന്ന പാശ്ചാത്യ നേതാക്കളെ അല്ല പുടിൻ വിശ്വസിക്കുന്നത്. സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്ന വിശ്വസ്തനായ സുഹൃത്തായി ഇന്ത്യയുടെ വാക്കുകൾ അവഗണിക്കുക എന്നത് പുടിന് എളുപ്പമല്ലായിരുന്നു. ഒരു തന്ത്രപരമായ ആണവായുധം പ്രയോഗിച്ചിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 1945 ശേഷം ആദ്യമായിട്ട് ലോകത്ത് ആണവായുധം പ്രയോഗിക്കപ്പെടുമായിരുന്നു. വൻതോതിലുള്ള റേഡിയേഷൻ ബാധയും മരണങ്ങളും ഉണ്ടാകുമായിരുന്നു. റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിൻ്റെ സാധ്യത കുത്തനെ ഉയരുമായിരുന്നു. അത് ലോകത്തിൻ്റെ മുഴുവൻ ആണവ സുരക്ഷാ സംവിധാനത്തെയും മാറ്റിമറിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക അന്ന് അതിനെ അതീവ ഗൗരവത്തോടെ കണ്ടതും ഇന്ത്യയുടെ സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിച്ചതും.
എന്നാൽ അമേരിക്കൻ റിപ്പോർട്ടുകളും ഇപ്പോഴത്തെ റഷ്യയുടെ കടുത്ത വിമർശകനായ പോളണ്ടിന്റെ പ്രസ്താവനയും ഒരേ കാര്യം അടിവരയിടുന്നു. ആണവായുധം ഉപയോഗിക്കരുത് എന്ന് പുടിനെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ ഇടപെടൽ ഒരു പ്രധാന ഘടകമായിരുന്നു. അതിൻ്റെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയായിരുന്നു. ഇതാണ് പുതിയ ഇന്ത്യയുടെ ശക്തി. പണ്ടൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിമാർ ലോക നേതാക്കളെ കാണുന്നത് നമ്മൾ വലിയ സംഭവമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും അപകടകരമായ പ്രതിസന്ധികളിൽ ഇന്ത്യയുടെ ഇടപെടൽ തേടുന്ന കാലമാണ്. നമ്മൾ അമേരിക്കയോടും റഷ്യയോടും യുക്രൈനോടും യൂറോപ്പിനോടും ഒരേ സമയം സംസാരിക്കുന്നു. എന്നാൽ നമ്മൾ ആരുടെയും ഉപഗ്രഹ രാജ്യവുമല്ല. ഇതാണ് തന്ത്രപരമായ സ്വയംഭരണം. ഇതാണ് യഥാർത്ഥ വിശ്വബന്ധു. വീണ്ടും ഓർക്കുക, ഇത് റഷ്യയുടെ ഒരു സഖ്യകക്ഷിയുടെ സർട്ടിഫിക്കറ്റ് അല്ല. റഷ്യയെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ തുറന്ന അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു വ്യക്തിപൂജയുടെ കഥയുമല്ല. സുഹൃത്തുക്കളെ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റൊരു പ്രധാന വിവരവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.